ഗുഡ് മോർണിംഗ് എവ്രി വൺ. നമ്മൾ നെക്സ്റ്റ് ടോപ്പിക്ക് എടുക്കാൻ പോകുന്നത് മാനേജ്മെൻറ്റ് ബൈ പാർട്ടിസിപ്പേഷൻ എന്ന ടോപ്പിക്കിനെ പറ്റിയിട്ടാണ്. മാനേജ്മെൻറ്റ് ബൈ പാർട്ടിസിപ്പേഷൻ എന്ന് കേൾക്കുമ്പോൾ തന്നെ എന്തായിരിക്കും, എംപ്ലോയീസ് അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ലേബേഴ്സ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. അതിനെ പറയണതാണ് ഇതെന്നാണ് മാനേജ്മെൻറ്റ് ബൈ പാർട്ടിസിപ്പേഷൻ എന്നാണ്. മാനേജ്മെൻറ്റ് പാർട്ടിസിപ്പേഷന് നമ്മൾ അറിയപ്പെടുന്നത് വർക്ക് പാർട്ടിസിപ്പേഷൻ, ലേബർ പാർട്ടിസിപ്പേഷൻ, പാർട്ടിസിപ്പേറ്റീവ് മാനേജ്മെൻറ്റ്, അങ്ങനെ പല നെയിംസിലും എന്താണ് ലേബർ പാർട്ടിസിപ്പേഷൻസ് പറയാറുണ്ട്. അതായത് അതുപോലെ എംപ്ലോയി ഇൻവോൾവ്മെൻറ്റ്, പാർട്ടിസിപ്പേറ്റീവ് ഡിസിഷൻ മേക്കിംഗ്, അങ്ങനെ പല ഇതിലും നമ്മൾ മാനേജ്മെൻറ്റ് ബൈ പാർട്ടിസിപ്പേഷൻ എന്ന് പറ്റി പറയുന്നുണ്ട്. The present day business management call for the active participation of employee in decision making process. It is referred to as a labor participation in management or worker participation in management, WPM. അപ്പോൾ ഇന്നത്തെ പ്രസൻറ്റ് ഡേ ഇപ്പോൾ നമ്മൾ എംപ്ലോയീസിന് എല്ലാം ഡിസിഷൻസ് എടുക്കാൻ വേണ്ടിയിട്ട് അവരെയും കൂടി ഉൾക്കൊള്ളിക്കാറുണ്ട്. അവരെ എന്താ പറയുക, നമ്മൾ എന്തെങ്കിലും തീരുമാനങ്ങൾ എടുക്കാനോ, ഒരു കമ്പനിയിൽ എന്തെങ്കിലും നല്ല തീരുമാനങ്ങൾ എടുക്കാനോ അങ്ങനത്തെ കാര്യത്തിനൊക്കെ അവരെയും കൂടിയും അവരുടെ സഹകരണം കൂടിയും ഇന്നത്തെ കാലഘട്ടത്തിൽ മാനേജ്മെൻറ്റ് സ്വീകരിച്ചിട്ടുണ്ട്. പിന്നെ it is an integral part of industrial democracy. It is the outcome of modern man that is based on human relations and participative management. അതായത് ഇത് എന്തിൻ്റെ ഭാഗമാണ്, ഒരു ഇൻഡസ്ട്രിയൽ ഡെമോക്രസിയുടെ, അതായത് സ്വതന്ത്രമായിട്ട് ചിന്തിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് എന്തെന്ന് പറഞ്ഞാൽ ഈ ലേബർ പാർട്ടിസിപ്പേഷൻ എന്ന് പറയുന്നത്, അതായത് മാനേജ്മെൻറ്റ് ബൈ പാർട്ടിസിപ്പേഷൻ എന്നുള്ള കാര്യത്തിൽ വന്നിരിക്കുന്നത്. അതിൽ മെയിൻലി എന്താണ് അവർ ഫോക്കസ് ചെയ്യുന്നത്, ഒരു ഹ്യൂമൻ റിലേഷൻസ് ആൻഡ് പാർട്ടിസിപ്പേറ്റീവ് മാനേജ്, അതായത് ഹ്യൂമനെ കൺസിഡർ ചെയ്യുന്നതും അതേപോലെ അവരെ അതിലേക്ക് ഉൾക്കൊള്ളിപ്പിക്കാനും വേണ്ടിയിട്ടാണ് എന്തെന്ന് പറഞ്ഞത് ഇത് കൂടുതൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. അവരെ എംപ്ലോയീസിനെ അവരിലേക്ക് കൂടുതൽ അവരെ പാർട്ടിസിപ്പേറ്റ് ചെയ്യിക്കുന്നത്. അതായത് നമ്മുടെ എന്താ പറയുക, മെയിൻലി ഹ്യൂമനെ കൺസിഡർ ചെയ്യാന്നൊക്കെ പറയില്ലേ, അപ്പോൾ ആ കൺസിഡറേഷനാണ് എന്തിൽ കൊടുക്കുന്നത്, നമ്മുടെ മാനേജ്മെൻറ്റ് ബൈ പാർട്ടിസിപ്പേഷനിൽ കൊടുക്കുന്നത്. അതാണ് എന്തെന്ന് പറഞ്ഞാൽ വർക്കേഴ്സ് പാർട്ടിസിപ്പേഷൻ അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് ബൈ പാർട്ടിസിപ്പേഷൻ എന്നൊക്കെ കൂടിയിട്ട് പറയുന്നത്. ഇതിൽ എന്താ പറയുക, അപ്പോൾ നമുക്ക് മനസ്സിലായി എന്താണ് നമ്മുടെ എംപ്ലോയീസിനെ, അതായത് ലേബേഴ്സിനെ അവരുടെ മാനേജിങ് ആയിട്ടുള്ള ഡിസിഷൻസ് എടുക്കാൻ വേണ്ടിയിട്ട് അവരെയും കൂടി പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതിനെ പറയുന്നതാണ് എന്തെന്നാണ് മാനേജ്മെൻറ്റ് ബൈ പാർട്ടിസിപ്പേഷൻ എന്ന് പറയുന്നത്. ഇനി അതിൻ്റെ കുറച്ച് ഒബ്ജക്റ്റീവ്സ്, എന്താണ് അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്ന് നമുക്ക് നോക്കാം. ലേബർ പാർട്ടിസിപ്പേഷൻ്റെ മാനേജ്മെൻറ്റിലെ കൂടുതൽ എന്താണ് അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്ന്. To establish industrial democracy by recognizing the rights and the freedom of worker. എന്തിനു വേണ്ടിയിട്ടാണ് ഇൻഡസ്ട്രിയൽ ഡെമോക്രസി, അതായത് സ്വതന്ത്രമായിട്ട് ചിന്തിക്കാനും അതേപോലെ സ്വതന്ത്രമായിട്ട് ഇതിനും വേണ്ടിയിട്ട് വർക്ക് ചെയ്യാനും വേണ്ടിയിട്ട് അവരെന്തിനാണ്, അവർക്ക് റൈറ്റ്സ് ആൻഡ് ഫ്രീഡം ഓഫ് വർക്ക്, അവർക്ക് എന്താണ് ഒരു സ്വതന്ത്രമായിട്ട് അവരുടെ റൈറ്റുകളും അതുപോലെ അവരുടെ ഫ്രീഡംസ് അവരുടെ വർക്കിലേക്ക് എന്തിനാണ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നുണ്ട്. To build the most dynamic and motivational groups of employees. എന്താണ് ഇതുകൊണ്ട് എന്താണ് ഉണ്ടാവുന്നത്, അവിടുത്തെ എംപ്ലോയീസിനെ മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ, അവർക്ക് എന്താണ് ഇത് ചെയ്യാം ഒരു പ്രേരണ ഉണ്ടാവാറുണ്ട്. To satisfy the social and esteem needs of workers. നമ്മൾ നീഡ്സ് ഓഫ് ഹൈറാർക്കിയിൽ പഠിച്ച പോലെ അവരുടെ മെയിൻ, അതായത് അവരുടെ സോഷ്യൽ ആൻഡ് എസ്റ്റീം നീഡ്സ്, ഒരു വ്യക്തിയുടെ ആഗ്രഹങ്ങളും താല്പര്യങ്ങളും ഇതിലൂടെ വരുന്നതാണ് അല്ലേ. നമ്മളിപ്പോൾ ഒരു കാര്യത്തിന് കൺസിഡർ ചെയ്യാന്ന് പറയുന്നത് ഏറ്റവും ഇപ്പോൾ നമ്മുടെ കോളേജിലായാലും അല്ലെങ്കിൽ സ്കൂളിലായാലും നമ്മുടെ ഒരു കാര്യത്തിന് നമ്മളെ പാർട്ടിസിപ്പേറ്റ് ചെയ്യിക്കണു എന്ന് പറഞ്ഞത് തന്നെ വലിയൊരു കാര്യമായിട്ടാണ് തോന്നുന്നത്. നെക്സ്റ്റ് എന്താണെന്ന് പറഞ്ഞാൽ ടു സ്ട്രെങ്തൻ എംപ്ലോയർ റിലേഷൻഷിപ്പ് അൾട്ടിമേറ്റ് മെയിൻറ്റെയിൻ ഇൻഡസ്ട്രിയൽ പീസ് ഇൻ കൺട്രി. ഇത് അവരുടെ ഉദ്ദേശം മെയിനായിട്ട് എന്താണ്, എംപ്ലോയി റിലേഷൻഷിപ്പ് ഒന്നും കൂടി സ്ട്രോങ് ആക്കുക, അൾട്ടിമേറ്റ് മെയിൻറ്റെയിൻ ഇൻഡസ്ട്രിയൽ പീസ് ഇൻ കൺട്രി, അതായത് അതുപോലെ നമ്മുടെ കൺട്രി, അതായത് രാജ്യത്തിനൊരു സമാധാന അന്തരീക്ഷം
അവരുടെ വർക്കിംഗ് കണ്ടീഷനിൽ ഒരു സമാധാനമായ ഒരു അന്തരീക്ഷം കൂടി ക്രിയേറ്റ് ചെയ്യണം. അതാണ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആണ് ഒരു ഒബ്ജക്റ്റീവ് എന്ന് പറയാൻ ചെയ്യാം. ടു പ്രൊമോട്ട് ബെറ്റർ ലേബർ പ്രൊഡക്ടിവിറ്റി ആൻഡ് ഇൻഡസ്ട്രി ഗ്രോത്ത് ഇൻ കൺട്രി. കൂടുതൽ ആൾക്കാരെ നല്ല രീതിയിലേക്ക് ഉൾക്കൊള്ളിക്കുമ്പോൾ എന്താ ഉണ്ടാവണേ, അവിടെ ഓട്ടോമാറ്റിക്കലി എന്താ ഉണ്ടാവുക, പ്രൊഡക്ടിവിറ്റി കൂടും അല്ലേ. അതോടെ നമ്മുടെ രാജ്യത്തിനൊരു ഇൻഡസ്ട്രി നല്ലൊരു ഗ്രോത്ത്, ഒരു ഡെവലപ്ഡ് കൺട്രി ആയിട്ട് മാറ്റാൻ സാധിക്കും. കാരണം നമ്മൾ ഉൾക്കൊള്ളിക്കുമ്പോൾ നമുക്ക് അതിലൂടെ ചെയ്യാനൊരു താല്പര്യം വരും അല്ലെ. പിന്നെ നമ്മൾ എടുത്തൊരു തീരുമാനമാണ്, അപ്പോൾ നമ്മളത് എങ്ങനെ വേണമെങ്കിലും നടപ്പാക്കാൻ അപ്പോൾ അതുകൊണ്ട് ഉണ്ടാവുക, അവിടുത്തെ ഒരു പ്രൊഡക്ടിവിറ്റീസ്, ഒരു ഓർഗനൈസേഷൻ്റെ പ്രൊഡക്ടിവിറ്റി ഉണ്ടാവുക, ഓട്ടോമാറ്റിക്കലി കൂടും അല്ലേ. പ്രൊഡക്റ്റ് കൂടുന്നതനുസരിച്ചിട്ട് നന്നായി ഡെവലപ്പാവും അല്ലേ. നമ്മുടെ കൺട്രി പോലും നല്ല രീതിയിൽ വളരെയധികം ഡെവലപ്പ് ആവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതാണ് അടുത്ത ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. പാർട്ടിസിപ്പേഷൻ ആസ് എ സൈക്കോളജിക്കൽ ഒബ്ജക്റ്റീവ് സെക്യൂറിങ് റെക്കഗ്നേഷൻ ഓഫ് ദ വർക്ക്. അതായത് വാക്കുകളെ ഉൾക്കൊള്ളിക്കൊണ്ട് തീരുമാനങ്ങൾ എടുക്കുന്നത് ഒരു സൈക്കോളജിക്കൽ നീക്കമാണ് എന്നാണ് പറയുന്നത് മാനേജ്മെൻറ്റ് ലേബർ പാർട്ടിസിപ്പേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത്. ടു പ്രൊമോട്ട് എംപ്ലോയി മോട്ടിവേഷൻ ആൻഡ് മൊറൈൽ അല്ലേ. എംപ്ലോയീസിനെ പ്രൊമോട്ട് ചെയ്യുന്നു, അതേപോലെ അവരുടെ നല്ലൊരു മൊറൈൽ കാര്യങ്ങളൊക്കെ പ്രൊമോട്ട് ചെയ്യാണ് ഇതിലൂടെ ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഒബ്ജക്റ്റീവ് ഓഫ് എ ലേബർ പാർട്ടിസിപ്പേഷൻ ഇൻ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് കുറച്ച് ലെവൽസ് ഉണ്ട്. എംപ്ലോയീസിൻ്റെ കുറച്ച് ലെവൽസ് ഓഫ് പാർട്ടിസിപ്പേഷൻസ് ഉണ്ട്. ലെവൽസ് ഓഫ് പാർട്ടിസിപ്പേഷൻ എന്ന് പറയുന്നത് 5 ലെവലാണ് ഉള്ളത്. 5 ലെവൽസ് ഓഫ് പാർട്ടിസിപ്പേഷനാണ്. ഇൻഫോർമേഷൻ പാർട്ടിസിപ്പേഷൻ, കൺസൾട്ടേറ്റീവ്, അസോസിയേറ്റീവ്, അഡ്മിനിസ്ട്രേറ്റീവ്, ഡിസൈവ് പാർട്ടിസിപ്പേഷൻ ഓഫ് വർക്കേഴ്സ് എന്ന് പറയുന്നത്. അങ്ങനെ 5 രീതിയിലുള്ള ലെവൽസ് ഓഫ് പാർട്ടിസിപ്പേഷനാണുള്ളത്. അതിൽ ഇൻഫോർമേഷൻ പാർട്ടിസിപ്പേഷൻ ഫസ്റ്റ് ലെവലാണ്. ഇൻ ദിസ് level, management collect information from employee for decision making purpose. This information may relate to general economic importance which are relevant for decision making by management. ഈ ലെവലിൽ എന്ന് പറഞ്ഞാൽ ഒരു കുറഞ്ഞ ലെവലാണ് ഇതെന്ന് പറഞ്ഞാൽ ഈ ഇൻഫോർമേഷൻ പാർട്ടിസിപ്പേഷൻ എന്ന് പറയുന്നത്. ഇത് ഇൻഫോർമേഷൻസ് നമ്മുടെ എംപ്ലോയീസിൻ്റെ നിന്ന് ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് കുറേ ഇൻഫോർമേഷൻസ് കളക്ട് ചെയ്യുന്നു. അതെന്തിനു പറ്റിയിട്ട്, ജനറൽ പൊതുവായിട്ടുള്ള എക്കണോമിക് കണ്ടീഷൻസിൻ്റെ കാര്യത്തിനെ പറ്റിയിട്ട് അവിടുന്ന് ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് ഇൻഫോർമേഷൻസ് എംപ്ലോയീസിൽ നിന്ന് കളക്ട് ചെയ്യുന്നതിനെ പറയുന്നതാണ് ഇൻഫോർമേഷൻ പാർട്ടിസിപ്പേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊരു ലോവർ ലെവലായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അതായത് പല എക്കണോമിക് കണ്ടീഷൻസ് കാര്യങ്ങൾ എംപ്ലോയീസ് ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് പുറത്തുനിന്ന് ഇൻഫോർമേഷൻസ് കളക്ട് ചെയ്യുന്നതിനെയാണ് ഇൻഫോർമേഷൻ പാർട്ടിസിപ്പേഷൻ ഓഫ് വർക്കേഴ്സ് എന്നാണ് ഒരു ലെവൽ എന്നാണ്. നെക്സ്റ്റ് വണ്ണാണ് കൺസൾട്ടേറ്റീവ്. കൺസൾട്ടേറ്റീവ് പാർട്ടിസിപ്പേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, കൺസൾട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ, സമീപിക്കുക. The management consults employees on matters like working condition, employee welfare, health, safety, workers. Their opinions are only advice in nature and decision always taken by the management. Consultative participation എന്ന് പറയുമ്പോൾ എന്താണ്, അവർ വെറുതെ ഒന്ന് സുഖവിവരണങ്ങൾ അന്വേഷിക്കാമെന്ന് പറയില്ല. സുഖമാണോ, എങ്ങനെയുണ്ട് വർക്കൊക്കെ, കുഴപ്പമൊന്നുമില്ലല്ലോ. അപ്പോൾ അവർ വല്ല സജഷൻ പറഞ്ഞാലും അവർ സ്വീകരിക്കണം എന്നില്ല. ചിലപ്പോൾ സ്വീകരിക്കും, ചിലപ്പോൾ സ്വീകരിക്കണം എന്നില്ല. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് വന്ന് ചോദിക്കുക. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു സ്ഥാപനത്തിൽ അല്ലെങ്കിൽ ഇപ്പോൾ ഒരു കോളേജ് പഠിപ്പിക്കുന്ന സമയത്ത് ചിലപ്പോൾ ഞങ്ങളുടെ HOD-മാരോ അല്ലെങ്കിൽ പ്രിൻസിപ്പളോ എന്നിട്ട് ചോദിക്കും എൻ്റെ ക്ലാസ്. അപ്പോൾ അങ്ങനെയാണ് എന്നുവെച്ചാൽ ചിലപ്പോഴും അങ്ങനെയൊക്കെ ഇടയ്ക്കിടയ്ക്ക് വന്ന് കാര്യങ്ങൾ അന്വേഷിക്കില്ലേ. കാര്യങ്ങൾ അന്വേഷിച്ചാൽ പോലും ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ചോളം അവിടുത്തെ മാനേജ്മെൻറ്റ് തന്നെയാണ് അവിടുത്തെ എന്നാലും തീരുമാനം എടുക്കുള്ളൂ. അവരെന്തെങ്കിലും ഒപ്പീനിയൻസോ എന്തെങ്കിലും കാര്യം പറഞ്ഞാലും അവരത് പറ്റുകയാണെങ്കിൽ ചിലപ്പോൾ നടത്തി തരും, പറ്റില്ലെങ്കിൽ അവർ നടത്തി തരാറുമില്ല. അതാണ് എന്തെന്ന് പറഞ്ഞാൽ കൺസൾട്ടേറ്റീവ് പാർട്ടിസിപ്പേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ അസോസിയേറ്റീവ്. Here management actually consult the employee for arriving at unanimous decisions. This decision are taken with active consultation and participation of workers. അതായത് അത് എന്താ പറയുക,
ഈ ലെവലിൽ എന്ന് പറഞ്ഞത് അസോസിയേറ്റീവ് പാർട്ടിസിപ്പേഷന് നമ്മളെ കൺസൾട്ട് ചെയ്യും, എംപ്ലോയീസ് വന്ന് കൺസൾട്ട് ചെയ്യും. വെറുതെ വന്ന് കൺസൾട്ട് ചെയ്യല്ല, അതിന് വേണ്ടിയിട്ടുള്ള യുനാനിമസ് ഡിസിഷൻസ് അതനുസരിച്ചിട്ട് ഡിസിഷൻസ് എടുക്കുള്ളൂ. ഇപ്പോൾ ഞങ്ങൾക്ക് വർക്കിംഗ് ടൈം കുറച്ച് ഓവർ, ഒരു എക്സാമ്പിൾ പറയുന്നത് വെച്ചാൽ ഒരു എംപ്ലോയി പറയുകയാണ് അവിടുത്തെ ആളോട് പറയുന്നത്, എനിക്ക് കുറച്ച് എന്താ പറയുക, എനിക്ക് നല്ല പൊതുവായിട്ടുള്ളൊരു അഭിപ്രായം എന്ന് വെച്ചാൽ ഇവിടെ ടൈം കുറച്ച് കൂടുതലാണെന്ന് വെക്കും. എനിക്ക് വർക്കിംഗ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ രാവിലെ 8 മണി തൊട്ടിട്ട് 6 മണി വരെയാണ്, അതൊരു 5 മണി വരെ ആക്കി തരുമോ അല്ലെങ്കിൽ ഒരു 4 മണി വരെ ആക്കി തരുമോ എന്ന് പറയാണ്. പിന്നെ ഒരു മാനേജർ വന്നിട്ട് അവരോട് പറയുമ്പോൾ, അപ്പോൾ അതനുസരിച്ചിട്ട് അവരുടെ വർക്കിംഗ് അവേഴ്സ് അതനുസരിച്ചിട്ട് അവർക്ക് കുറച്ച് കൊടുക്കും. അങ്ങനത്തെ ഒരു അസോസിയേറ്റീവ് പാർട്ടിസിപ്പേഷൻ, അതായത് എംപ്ലോയീസിനെ കൺസിഡർ ചെയ്തിട്ട് അതനുസരിച്ചിട്ട് ഡിസിഷൻ എടുക്കുന്നതിനെ പറയുന്നതാണ് അസോസിയേറ്റീവ് എന്ന് പറഞ്ഞത്. അഡ്മിനിസ്ട്രേറ്റീവ് പാർട്ടിസിപ്പേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? It is a participate in higher level where the worker participates in discharge administrative functions. Sometimes the manager develop alternative solution and the workers are required to make the selection of best alternative solution. അഡ്മിനിസ്ട്രേറ്റീവ് എന്ന് പറഞ്ഞാൽ ഒരു മാനേജ്മെൻറ്റിന് കുറച്ച് അഡ്മിനിസ്ട്രേഷൻ കാര്യം, അതായത് ഇമ്പോർട്ടൻറ്റ് ലെവലായിട്ടുള്ള കാര്യങ്ങൾ അവിടുത്തെ എംപ്ലോയീസിന് ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കും. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ മാനേജ്മെൻറ്റ് തന്നെ കുറച്ച് ഓൾട്ടർനേറ്റീവ്സ് ആയിട്ടുള്ള സൊല്യൂഷൻസ്, അതായത് ഒരു 5-6 സൊല്യൂഷൻസ് കൊടുക്കുക. അതായത് ഇന്ന രീതിയിൽ ഇങ്ങനെ ചെയ്താൽ പറ്റുമോ, അല്ലെങ്കിൽ അങ്ങനെ എന്താ പറയുക പോയ ഈ ഫയൽ എടുത്താൽ പറ്റുമോ, അങ്ങനെയൊക്കെ എക്സാമ്പിളായിട്ടാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അങ്ങനെ പല ഓൾട്ടർനേറ്റീവ്സ് അവർക്ക് കൊടുക്കുന്നു. ആ ഓൾട്ടർനേറ്റീവ്സിൽ നിന്ന് അവർ ഏത് ഓൾട്ടർനേറ്റീവാണ് സെലക്ട് ചെയ്യേണ്ടതെന്ന് അവർക്ക് തീരുമാനിക്കാം. അതാണ് അഡ്മിനിസ്ട്രേറ്റീവ് പാർട്ടിസിപ്പേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത്. അതായത് അവരുടെ വർക്ക്, അതായത് അഡ്മിനിസ്ട്രേഷൻ ലെവലിൽ കുറച്ച് കാര്യങ്ങൾ, അതായത് ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളൊക്കെ അവർക്ക് കുറച്ച് പണി അവർക്ക് കൊടുക്കാമെന്ന് പറയില്ലേ, അതിന് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഒരു കോളേജാകുമ്പോൾ എന്താ പറയുക, HOD മാർക്ക് തന്നെ എല്ലാ വർക്കുകളും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഓരോ വർക്കുകളും അവരുടേതായ ഡ്യൂട്ടീസ് പല ടീച്ചേഴ്സിനും അവർ അലോക്കേറ്റ് ചെയ്യും. കുറച്ച് ഇയർ ഓഫ് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അവർക്കത് ഇങ്ങനെ കൊടുക്കും. അപ്പോൾ അതനുസരിച്ചിട്ട് അപ്പോൾ അവർക്കും അതിന് സജഷൻസ് കൊടുക്കും. അപ്പോൾ അതനുസരിച്ചിട്ട് അവർക്ക് ഡിസിഷൻ കാര്യങ്ങൾ എടുക്കാൻ സഹായിക്കുന്നു. നെക്സ്റ്റ് ആണ് ഡിസിസീവ് പാർട്ടിസിപ്പേഷൻ എന്ന് പറഞ്ഞത്. ഇതെന്ന് പറഞ്ഞത് ഹയസ്റ്റ് ലെവൽ ഓഫ് പാർട്ടിസിപ്പേഷനാണ്. ഇതെന്നാണ് ഏറ്റവും എന്താ പറയുക, ഇതിൽ എല്ലാ വർക്കറും അതേപോലെ മാനേജ്മെൻറ്റും എന്താ പറയുക ഡിസിഷൻസ് കൂടുതൽ ഒരുമിച്ച് ഇമ്പോർട്ടൻ്റ് ആയ പല ഡിസിഷൻസും ഒരുമിച്ച് നിന്നിട്ട് തീരുമാനങ്ങൾ എടുക്കുന്നതിന് പറയുന്നതാണ് ഡിസിസീവ് പാർട്ടിസിപ്പേഷൻ എന്ന് പറയുന്നത്. ഇവിടെ പല സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഇഷ്യൂസും, ലൈക്ക് എങ്ങനെയായിരിക്കും ന്യൂ പ്രോഡക്ട്സ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുക, അല്ലെങ്കിൽ ലേബർ വെൽഫെയർസ്, അല്ലെങ്കിൽ പ്രൊഡക്ഷൻസ്, അങ്ങനത്തെ പല ഇമ്പോർട്ടൻ്റ് ആയ ഡിസിഷൻസ് ഒരുമിച്ച് കൂടി എന്താ പറയുക തീരുമാനങ്ങൾ എടുക്കുന്നതിന് പറയുന്നതാണ് ഡിസിസീവ് പാർട്ടിസിപ്പേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ 5 ലെവൽസ് ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ പല വ്യക്തികളുടെ നിന്ന് ഇൻഫർമേഷൻസ്, എംപ്ലോയീസിൽ നിന്ന് ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യുന്നതിന് പറയുന്നതാണ് ഇൻഫർമേഷൻ പാർട്ടിസിപ്പേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വണ്ണാണ് എന്താ പറയുക കൺസൾട്ടേറ്റീവ് എന്ന് പറഞ്ഞാൽ എംപ്ലോയീസിനെ പോയിട്ട് കൺസൾട്ട് ചെയ്യും, കാര്യവിവരങ്ങൾ അന്വേഷിക്കും. എങ്ങനെയുണ്ട് എംപ്ലോയിയുടെ വർക്കിംഗ് കണ്ടീഷൻസ്, എങ്ങനെയുണ്ട് അവരുടെ വെൽഫെയർ, ഹെൽത്ത്, സേഫ്റ്റി, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൂടുതൽ അന്വേഷിക്കുന്നുണ്ട്. നെക്സ്റ്റ് എന്ന് പറഞ്ഞത് അസോസിയേറ്റീവ് ആണ്. അതായത് അവരെ എന്താ പറയുക കൺസൾട്ട് ചെയ്താൽ മാത്രം പോരാ, അവർക്കുള്ള ഡിസിഷൻസും ഒക്കെ അവർ പറയുന്ന എന്താ പറയുക കൺസൾട്ട് ചെയ്ത് കാര്യങ്ങളൊക്കെ തീരുമാനങ്ങളൊക്കെ നടപ്പിലാക്കി കൊടുക്കും, മാനേജ്മെൻറ്റ് അത് നടപ്പിലാക്കി കൊടുക്കും. അഡ്മിനിസ്ട്രേറ്റീവ് ലെവൽ എന്ന് പറയുമ്പോൾ കുറേ എന്താ പറയുക ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡിസിഷൻസ് കാര്യങ്ങൾ അവർക്ക് ഡിസ്ചാർജ് ചെയ്ത് കൊടുക്കാറുണ്ട് എംപ്ലോയീസിന്. ഡിസിസീവ് പാർട്ടീസ് എന്നാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഹൈ ലെവലായ പാർട്ടിസിപ്പേഷനാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഡിസിഷൻസ് കാര്യങ്ങൾ മൊത്തം ഒരുമിച്ച് തീരുമാനം എടുക്കുന്നതിന് പറയുന്നതാണ് ഡിസിസീവ് പാർട്ടിസിപ്പേഷൻ എന്ന് പറയുന്നത്. ഇനി ഫോംസ് ഓഫ് വർക്കേഴ്സ് പാർട്ടിസിപ്പേഷൻ ഇൻ മാനേജ്മെൻറ്റ്. ഫോംസ് അതായത് കുറച്ച് ഫോംസ് ഉണ്ട്. അതായത് സജഷൻ സ്കീംസ്, വർക്ക് കൗൺസിലർ, വർക്കേഴ്സ് കമ്മിറ്റി, വർക്കേഴ്സ് കമ്മിറ്റി, ജോയിൻറ്റ് മാനേജ്മെൻറ്റ് കൗൺസിൽ കമ്മിറ്റി, ഡിസിഷൻ
joint decision model, workers representation on board, co-partnership, quality circle, TQM. TQM ക്വാളിറ്റി സർക്കിൾസും ഇടയ്ക്ക് ക്വസ്റ്റ്യൻസ് വരാറുള്ളൊരു ഇതാണ്. അപ്പോൾ നമുക്ക് സജഷൻ ഓഫ് സ്കീം നമുക്ക് നെക്സ്റ്റ് എടുക്കാൻ പോകുന്നത് സജഷൻസ് ഓഫ് സ്കീം എന്നാണ്. ഇതെന്ന് പറഞ്ഞത് സിമ്പിളാണ്, സിമ്പിൾ എംപ്ലോയി പാർട്ടിസിപ്പേഷനാണ് ഇതെന്ന് പറഞ്ഞാൽ സജഷൻ സ്കീം എന്ന് പറയുന്നത്. അതായത് under this method employees are required and encouraged to make suggestion to help management in decision making. ഈ ഇതെന്ന് പറയുന്നത് നമ്മളുടെ എംപ്ലോയീസിനെ എന്ത് ചെയ്യണത്, അവരെ ഒരു എന്താ പറയുക, അവരെ മാനേജ്മെൻറ്റ് ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് അവരെ എന്താ പറയുക ഒന്നും കൂടി സജഷൻസ് കൊടുക്കില്ലേ. ഇപ്പോൾ എംപ്ലോയീസ് മാനേജ്മെൻറ്റിന് കുറച്ച് സജഷൻസ് കൊടുക്കുന്നതാണ് സജഷൻ സ്കീമിൽ പറയുന്നത്. അതുപോലെ ഇപ്പോൾ നമ്മൾ സജഷൻസ് പ്രൊവൈഡ് ചെയ്യും. ഇപ്പോൾ നിങ്ങളോട് ഇപ്പോൾ ഒരു ടോപ്പിക്കിനെ പറ്റിയിട്ട് സജഷൻ, ഇപ്പോൾ നമ്മുടെ കോളേജിൽ ആർട്സ് വേണോന്ന്, എക്സാമ്പിൾ ആർട്സ് വേണോ എന്ന് ചോദിക്കുകയാണ്, സജഷൻ പറയാം, നിങ്ങളോട് ചോദിക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ എന്താ പറയുക കുറച്ച് ആൾക്കാരോട് ചോദിക്കുമ്പോൾ നിങ്ങളുടെ സജഷൻ ചിലർ പറയും വേണം വേണ്ട. അതേപോലെ തന്നെ ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ചോളം അവിടുത്തെ എംപ്ലോയീസോട് ഒരു കാര്യങ്ങൾ തീരുമാനം എടുക്കുന്ന സമയത്ത് അവരോട് സജഷൻസ് ചോദിക്കും. ഇപ്പോൾ യൂഷ്വലി സജഷൻ ബോക്സ് ഈസ് പ്ലേസ്ഡ് അറ്റ് എ prominent place in which employees can drop their suggestion writing. This screening committee examine the suggestions periodically. ഇപ്പോൾ നമുക്ക് ചിലയിടത്ത് കണ്ടില്ലേ സജഷൻ ബോക്സ് എന്ന് പറഞ്ഞിട്ട് കണ്ടിട്ടുണ്ടാകും. അത് ഇങ്ങനെ നമ്മൾ സജഷൻസ് അതിൽ ഇടുക, ആ സജഷൻസ് ഇടുക, അതനുസരിച്ചിട്ട് എന്താണ് ഉണ്ടാവുക, തീരുമാനങ്ങൾ നമുക്ക് എടുക്കാൻ പറ്റും. ഇപ്പോൾ നിങ്ങളോട് ഇങ്ങനത്തെ ഒരു പറയണേ ആർട്സ് വേണോ എന്ന് ചോദിച്ചിട്ട് ഒരു സജഷൻ പോലെ നിങ്ങളോട് ചോദിക്കുമ്പോൾ എന്താണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഈ ബോക്സിൽ രേഖപ്പെടുത്തുക എന്ന് പറയുമ്പോൾ നിങ്ങൾ അത് ഇതിൽ ഇടും. അപ്പോൾ അത് നോക്കും, കുറേ പേര് അപ്പോൾ കൂടുതൽ നോക്കും, പീരിയോഡിക്കലി നോക്കും, ഒരാഴ്ചയുടെ ഉള്ളിൽ നോക്കും. അങ്ങനെ നോക്കുമ്പോൾ എന്താ ഉണ്ടാവുക, അതനുസരിച്ചിട്ട് തീരുമാനങ്ങൾ എടുക്കാൻ പറ്റും. ദ കമ്മിറ്റി കൺസിഡർ ഈക്വൽ റെപ്രസെൻറ്റേറ്റീവ് ഓഫ് എംപ്ലോയീസ് ആൻഡ് മാനേജ്മെൻറ്റ്. ഈ കമ്മിറ്റിയിൽ എന്ന് പറഞ്ഞത് എല്ലാ എംപ്ലോയീസിനെയും അതേപോലെ തന്നെ മാനേജ്മെൻറ്റിനെയും കൺസിഡർ ചെയ്യേണ്ടത്. നെക്സ്റ്റ് വൺ ആണ് വർക്ക് കൗൺസിലിംഗ് എന്ന് പറയുന്നത്. വർക്ക് കൗൺസിലിംഗ് എന്ന് പറയുന്നത് these are the executive bodies of employees with a different function in management enterprises. ഇതെന്ന് പറഞ്ഞത് എന്താ എക്സ്ക്ലൂസീവ് ബോഡീസ് ഓഫ് എംപ്ലോയീസ്, അതായത് ഒരു കൂട്ടം എംപ്ലോയീസ് അവരുടെ എന്താ പറയുക ഫങ്ഷൻസ്, ഒരു ഓർഗനൈസേഷൻ്റെ അല്ലെങ്കിൽ എൻ്റർപ്രൈസസിൻ്റെ ഫങ്ഷൻസ് കാര്യങ്ങൾ എന്താ പറയുക ഫങ്ഷൻസ് ചെയ്യുന്നതിന് പറയുന്നതാണ് എന്താ വർക്ക് കൗൺസിൽ. അത് മെയിൻലി വെസ്റ്റേൺ ജർമ്മനിയിൽ ദ വർക്കേഴ്സ് കൗൺസിൽ ഹാവ് വേരിയസ് ഡിസിഷൻ മേക്കിംഗ് ഫങ്ഷൻ. ഇൻ സച്ച് സം കൺട്രീസ് ദർ ആർ റോൾ ഈസ് ലിമിറ്റഡ് ഓൺലി റിസീവിങ് ഇൻഫർമേഷൻ അബൌട്ട് ദ എൻ്റർപ്രൈസസ്. അതായത് ചില കൺട്രീസിൽ ആണ് കൂടുതലും എന്താ പറയുക ഇൻഫോർമേഷൻസ് എൻ്റർപ്രൈസസ് എന്നുള്ള ഇൻഫോർമേഷൻസ് കാര്യങ്ങൾ കളക്ട് ചെയ്യാൻ കൂടുതൽ യൂസ് ചെയ്യുന്നത്. അതാണ് വർക്ക് കൗൺസിൽ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ആണ് വർക്ക് കമ്മിറ്റി എന്ന് പറഞ്ഞത്. വർക്ക് കമ്മിറ്റി എന്ന് പറഞ്ഞത് ഒരു ആക്ട് പ്രകാരം 1947 ആക്ട് പ്രകാരം ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ട് പ്രകാരം എസ്റ്റാബ്ലിഷ് ചെയ്തതാണ് എന്തെന്ന് പറഞ്ഞത് നമ്മുടെ വർക്കേഴ്സ് കമ്മിറ്റി എന്ന് പറയുന്നത്. ഈ വർക്കേഴ്സ് കമ്മിറ്റിയിൽ ഉണ്ടാവുന്ന വ്യക്തികൾ എന്ന് പറഞ്ഞത് 100 അതിനെക്കാട്ടും കൂടുതലോ ഉള്ളതിനെ പറയുന്നതാണ് എന്തെന്ന് വർക്കേഴ്സ് കമ്മിറ്റി എന്ന് പറയുന്നത്. ഇത് അത് 100 അതിൽ കൂടുതലുള്ള ആ വർക്കേഴ്സ് ഒരുമിച്ച് ജോലി ചെയ്യുന്ന ആ കമ്മിറ്റീനെ പറയുന്നത് വർക്കിംഗ് കമ്മിറ്റി. അതിന് ഇമ്പോർട്ടൻ്റ് എന്താണ് ആ കമ്മിറ്റിയിൽ എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വെക്കാറുള്ളത് എന്ന് പറഞ്ഞത് ഒരു മിനിറ്റ് അതിൽ ദ വർക്കേഴ്സ് റെപ്രസെൻറ്റേറ്റീവ്സ് the employee representative nominated by the employer should be those who are connected with firm and have day-to-day contact with worker. The worker representatives are elected from among to women engaged in firm in consultation with the union എന്നൊക്കെ പറഞ്ഞാൽ കേട്ടിട്ടില്ലേ. ഇപ്പോൾ എന്താ പറയുക വർക്കേഴ്സ് കമ്മിറ്റി നമ്മളിപ്പോൾ തിരഞ്ഞെടുക്കുക, ഈ ഗ്രൂപ്പ് ഓഫ് എംപ്ലോയീസിൽ നിന്ന് കുറച്ച് പേരെ ഒരാളെ എലക്ട് ചെയ്ത് അവർ വേണ്ടിയിട്ട് റെപ്രസെൻറ്റേറ്റ് ചെയ്യണ കമ്മിറ്റി രൂപീകരിക്കുക എന്നൊക്കെ കേട്ടിട്ടില്ലേ. അതിന് പറയുന്നതാണ് വർക്ക് കമ്മിറ്റി. അതായത് ഒരു ഓർഗനൈസേഷനിലെ ഗ്രൂപ്പ് ഓഫ് വർക്കേഴ്സ് എന്താ പറയുക എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നതിന് പറയുന്നതാണ് വർക്ക് കമ്മിറ്റിയിൽ. അതിങ്ങനെ എലക്ട് ചെയ്യാണ് ചെയ്തേക്കണം, വർക്കേഴ്സ് എലക്ട് ചെയ്യാണ് ചെയ്യാം അടുത്ത കാര്യങ്ങൾ തീരുമാനിക്കുക. അതിൽ മെയിനായിട്ട് എന്തായിരിക്കും അവർ എന്തൊക്കെ കാര്യമാണ് എടുക്കുക തീരുമാനങ്ങൾ. മെയിൻ ഫങ്ഷൻസ് ഓഫ് വർക്ക് കമ്മിറ്റി എന്തിനാണ് ഈ വർക്ക് കമ്മിറ്റി ഉണ്ടാക്കിക്കണേന്ന് വെച്ചാൽ
ഇമ്പോർട്ടൻറ്റ് മാറ്റർ കൺസിഡർ ചെയ്യുക കമ്മിറ്റിയിൽ നിന്നാണ് വർക്കിംഗ് കണ്ടീഷൻ, ലൈറ്റ്നിങ്, വെന്റിലേഷൻ, സാനിറ്റൈസേഷൻ എക്സെട്ര. പിന്നെ amendments such as canteen, drinking water, educational, recreational facilities, safety and health care measures. അപ്പോൾ ഓരോ കോളേജിലായാലും വുമൻസ് സെൽ കമ്മിറ്റി, അതായത് ഇപ്പോൾ ഗേൾസിന് എന്തെങ്കിലും പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ പറയാൻ പറ്റും അല്ലേ, അങ്ങനത്തെ ഒക്കെ ഒരു കമ്മിറ്റി. ഇതേപോലെ തന്നെ ഈ കമ്മിറ്റിയിൽ ഇപ്പോൾ ഒരു എംപ്ലോയിയുടെ അവിടെ വർക്കിംഗ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ എന്താ പറയുക വർക്കിംഗ് കണ്ടീഷൻ, അതായത് ഇപ്പോൾ ലൈറ്റോ അതിൻ്റെ വെന്റിലേഷൻ കാര്യങ്ങളോ, ഇപ്പോൾ ഫാൻ വേണമെന്നോ അല്ലെങ്കിൽ അതിൻ്റേതായ ക്യാൻറ്റീൻ അല്ലെങ്കിൽ വെള്ളം ഡ്രിങ്കിങ് വാട്ടർ ഒരു സ്ഥലത്ത് വെക്കണതോ അങ്ങനത്തെയൊക്കെ കാര്യങ്ങളെ പറ്റി സംസാരിക്കുന്ന ഒരു കമ്മിറ്റിയാണ് വർക്കിംഗ് കമ്മിറ്റി എന്ന് പറയുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ജോയിൻറ്റ് മാനേജ്മെൻറ്റ് കൗൺസിൽ, അതായത് ജോയിൻറ്റ് സെറ്റപ്പ് ഷോപ്പ് ഫോർ പ്ലാൻ ലെവൽ. ഒന്നെങ്കിൽ ഒരു ഷോപ്പോ അല്ലെങ്കിൽ ഒരു പ്ലാൻ ലെവലായിട്ടാണ് എന്തെന്ന് ഒരു മാനേജ്മെൻറ്റ് കൗൺസിൽ സെറ്റപ്പ് ചെയ്യാറുള്ളത്. ഇറ്റ് കൺസിസ്റ്റ് ഈക്വൽ നമ്പർ ഓഫ് റെപ്രസെൻറ്റേറ്റീവ് എംപ്ലോയർ ആൻഡ് എംപ്ലോയീസ് നോട്ട് എക്സീഡിങ് 12. It is applicable to factory among more than 500 employees. ഇത് 500 മേലുള്ള എംപ്ലോയി ഉണ്ടാവുന്ന കമ്പനിയിലാണിത് കൂടുതൽ ആപ്ലിക്കബിൾ. ദ കൗൺസിൽ ഡിസ്കസ് വേരിയസ് മാറ്റർ റിലേറ്റീവ് വർക്കിംഗ് ഓഫ് ആൻ ഓർഗനൈസേഷൻ. ഈ കൗൺസിലിൽ മെയിനായിട്ട് ഡിസ്കസ് ചെയ്യണത് അവിടുത്തെ വർക്കിംഗ് മാറ്റേഴ്സ്, വർക്കിംഗ് പണി കാര്യങ്ങളായിരിക്കും കൂടുതൽ അവിടെ സംസാരിക്കുക. ഇമ്പോർട്ടൻറ്റ് മാറ്റേഴ്സ് യൂസ്വലി ഡിസ്കസ്ഡ്, എപ്പോഴും മെയിൻലി ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത് സേഫ്റ്റി, വെൽഫെയർ മെഷേഴ്സ്, സൂപ്പർവിഷൻ, ഹെൽത്ത് സ്കീം, വർക്കേഴ്സ് ഷെഡ്യൂളിംഗ് എക്സെട്ര. നെക്സ്റ്റാണ് ജോയിൻറ്റ് ഡിസിഷൻ മോഡൽ. ജോയിൻറ്റ് ഡിസിഷൻ മോഡൽ എന്ന് പറയുന്നത് അവിടെ വർക്കേഴ്സും മാനേജ്മെൻറ്റും കൂട്ടത്തിൽ നിന്നിട്ട് ഡിസിഷൻസ് എടുക്കുന്നതിനെ പറയുന്നതാണ് ജോയിൻറ്റ് ഡിസിഷൻ മോഡൽ എന്ന് പറഞ്ഞാൽ. നെക്സ്റ്റ് ആണ് വർക്കേഴ്സ് റെപ്രസെൻറ്റേഷൻ ഓൺ ബോർഡിനെ പറ്റിയിട്ട്. Under this method, the worker elect their representative and send them to board to participate in decision making process. അതായത് നമ്മൾ എലക്ഷൻ പ്രോസസ്സിൽ ഒരു വ്യക്തിനെ സെലക്ട് ചെയ്തിട്ട് ആ സ്ഥലത്തെ കാര്യങ്ങളെ പറ്റിയിട്ട് സംസാരിക്കുക. അപ്പോൾ നമ്മുടെ കമ്പനിയിൽ ഒരു എന്താ പറയുക ഒരാളെ റെപ്രസെൻറ്റേറ്റ് ചെയ്തിട്ട് ഒരാളെ എലക്ട് ചെയ്യും. ആ എലക്ട് ചെയ്ത ആളായിരിക്കും നമ്മുടെ പ്രശ്നങ്ങളും കാര്യങ്ങളും അവിടെ പരിഹരിക്കുക, അയാളോടായിരിക്കും കൂടുതൽ സംസാരിക്കുക. അങ്ങനത്തേനെ പറയുന്നതാണ് വർക്കേഴ്സ് റെപ്രസെൻറ്റേഷൻ ഓൺ ബോർഡ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ ടോപ്പ് ലെവൽ പാർട്ടിസിപ്പേഷൻ ആണ്. ദ ഒബ്ജക്റ്റീവ് ഈസ് എൻഷുർ ഇൻഡസ്ട്രിയൽ ഡെമോക്രസി ആൻഡ് എ ഗുഡ് എംപ്ലോയർ റിലേഷൻ, പ്രൊട്ടക്ഷൻ ഓഫ് ഇൻട്രസ്റ്റ് ഓഫ് വർക്കേഴ്സ്. അവരെ എന്തിനു വേണ്ടിയിട്ടാണ് പ്രയത്നിക്കണമെന്ന് വെച്ചാൽ നമ്മുടെ വർക്കേഴ്സിനെ അവരുടെ എന്താ പറയുക ഇൻഡസ്ട്രിയൽ ഡെമോക്രസി, ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരു എംപ്ലോയർ തമ്മിലുള്ള നല്ലൊരു വർക്കിംഗ് കണ്ടീഷൻസ് അല്ലെങ്കിൽ അവർക്ക് വർക്ക് ചെയ്യുമ്പോൾ ഒരു പ്രൊട്ടക്ഷൻ കാര്യങ്ങൾ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൂടി റെപ്രസെൻറ്റേറ്റ് ചെയ്തിട്ട് ഒരു ബോർഡ് മെമ്പർ ഉണ്ടാവും. അതിനെ എലക്ട് ചെയ്തിട്ടായിരിക്കും നമ്മൾ ബോർഡ് മെമ്പറിനെ സെലക്ട് ചെയ്യുക. അടുത്തതാണ് കോ പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത്. കോ പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത് വർക്കേഴ്സിനെ, അതായത് അവിടുത്തെ ഒരു കമ്പനിയിലെ വർക്കേഴ്സിനെ ഷെയർസ് കാര്യങ്ങൾ അലോട്ട് ചെയ്യും. ദ വർക്കർ ബിക്കം ദ ഷെഡ്യൂളർ ഓഫ് ഷെയർ ഹോൾഡേഴ്സ് ഓഫ് ദ കമ്പനി. പിന്നെ അവരെ ആയിരിക്കും കമ്പനിയിൽ ഷെയർ ഹോൾഡേഴ്സായിട്ട് അവർ കൺസിഡർ ചെയ്യണം. ഈ ഷെയർ ഹോൾഡേഴ്സ് ഓഫ് കമ്പനി പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. അങ്ങനെ എങ്ങനെയായിരിക്കും ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറഞ്ഞത് ആരാണ്? നമ്മൾ ഓണേഴ്സ് ഓഫ് ദി കമ്പനിയാണ്. അപ്പോൾ അവർക്ക് ഈ കാര്യങ്ങൾ അലോട്ട് ചെയ്യുമ്പോൾ അവർക്ക് അത് ഡിസിഷൻ മേക്കിംഗ് എടുക്കാനുള്ള എന്താ പറയുക അവർക്ക് ആ ഡിസിഷൻസ് എടുക്കാനൊരു പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റും. അവർക്ക് ഡിസിഷൻ എടുക്കാൻ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റും. അതാണ് കോ പാർട്ട്ണർഷിപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് വണ്ണാണ് ക്വാളിറ്റി സർക്കിൾ എന്ന് പറയുന്നത്. ക്വാളിറ്റി സർക്കിളും QQMഉം ഇടയ്ക്ക് ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യനാണ് ക്വാളിറ്റി സർക്കിൾ എന്ന് പറയുന്നത്. ക്വാളിറ്റി സർക്കിൾ എന്ന് പറയുന്നത് ക്വാളിറ്റി ഈസ് ഇൻ ജപ്പാൻ ഹാസ് ലീഡ് ദയർ ഇൻക്രീസ് ഇൻ പോപ്പുലാരിറ്റി ഇൻ യൂറോപ്പ് ആൻഡ് USA. Quality circle consists of group of members who meet regularly to discuss their quality problems. ഈ ക്വാളിറ്റി സർക്കിൾ എന്ന് പറഞ്ഞാൽ ഒരു സർക്കിളാണ് വട്ടക്കൂട്. അതായത് അവർ എന്തിനെ പറ്റിയിട്ടാണ് സംസാരിക്കണത്? എന്നും റെഗുലർലി ഒരു വിധം എന്താ പറയുക ഡിസ്കസ് ചെയ്യണം അവരുടെ ക്വാളിറ്റി പ്രോബ്ലം, ഇൻവെസ്റ്റിഗേഷൻ കേസ്, റെക്കമെൻഡ് സൊല്യൂഷൻ, ടേക്കിംഗ് കറക്റ്റീവ് ആക്ഷൻസ്. അതായത് എന്താ പറയുക പല കാര്യങ്ങളും അവർ കണ്ടുപിടിച്ച കാര്യങ്ങളാവാം, അല്ലെങ്കിൽ അവരുടെ എന്താ പറയുക അവർക്ക് തന്ന സൊല്യൂഷൻസ് ആയിരിക്കും. അങ്ങനെ
അല്ലെങ്കിൽ നമുക്ക് കറക്റ്റ് ഡിസിഷൻസ് എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ റെഗുലറായിട്ട് മീറ്റ് ചെയ്യുന്ന ഇതിനെ പറയുന്നതാണ് ക്വാളിറ്റി സർക്കിൾ എന്ന് പറയുന്നത്. ക്വാളിറ്റി സർക്കിൾ എന്ന് പറയുന്നത് എന്താ പറയുക, ക്വാളിറ്റി അതായത് മെയിനായിട്ട് ഡെയിലി സംസാരിക്കുന്നതിനെ പറയുന്നതാണ്. ഡെയിലി അവരൊരു എന്താ പറയുക, നമ്മളെ കോളേജിലായാലും ഡെയിലി ഇങ്ങനെ സ്റ്റാഫ് റൂമിലായാലും പല കാര്യങ്ങളും സംസാരിക്കില്ലേ, അതിനെ പറയുന്നത് തന്നെയാണ് ക്വാളിറ്റി സർക്കിൾ എന്ന് പറയുന്നത്. ഈ സർക്കിളിൽ usually consists 8 to 10 employees and supervisors who typically meet once a week on a company time or in a company premises. അതിൽ തെറ്റുപറ്റിയുണ്ട്, 8 അല്ല 8 to 10 ആണ്. 8 to 10 എംപ്ലോയീസ് ആയിരിക്കും ആ ക്വാളിറ്റി സർക്കിളിൽ ഉണ്ടാവുക. അവരെന്താണ് ഡെയിലിയാണ് അവർ മീറ്റ് ചെയ്യുക. ഡെയിലിയോ അല്ലെങ്കിൽ വൺസ് എ വീക്ക്, ആഴ്ചയുടെ ഒരിക്കലോ അല്ലെങ്കിൽ ഡെയിലി ആയിരിക്കും അവർ എന്തെന്ന് പറഞ്ഞത് ചിലപ്പോൾ മീറ്റ് ചെയ്യാറ്. അതേപോലെ തന്നെ എപ്പോഴും അല്ല, നമ്മുടെ അവേഴ്സ് ഫ്രീ പീരീഡ് അല്ലെങ്കിൽ ജനറൽ ലഞ്ച് അവേഴ്സ് അല്ലെങ്കിൽ ആഫ്റ്റർ ദ ഫാക്ടറി അവേഴ്സ്, അതായത് നമ്മൾ പണിയെടുക്കുന്നതിൻ്റെ ഇടയിൽ കൂടി എല്ലാ ഡിസ്കഷൻ നടക്കാറ് ഒന്നെങ്കിൽ ലഞ്ച് ടൈമിലോ അല്ലെങ്കിൽ കമ്പനിയുടെ ടൈം ഒരു ജോലി കഴിഞ്ഞിട്ടോ, അതും അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയുക നമ്മുടെ ഫ്രീ പീരീഡിൻ്റെ ടൈമിലൊക്കെ ആയിരിക്കും ഡിസ്കസ് ചെയ്യുക. അപ്പോൾ ഞങ്ങൾക്കും ഉണ്ടാവാറുണ്ട് ഇത്. ചിലപ്പോൾ ഇപ്പോൾ ആൾക്കാരിപ്പോൾ ഫ്രീ അവേഴ്സ് ഉള്ളവർ ടീച്ചേഴ്സ് തമ്മിൽ ഡിസ്കസ് ചെയ്തിട്ട് മറ്റുള്ളവരോട് പറഞ്ഞു കൊടുക്കാവും. അതല്ലെങ്കിൽ നമ്മൾ ലഞ്ച് ടൈമിൽ നമ്മളിത് ഡിസ്കസ് ചെയ്യാറുണ്ട്. അല്ലെങ്കിൽ നമുക്ക് കോളേജൊക്കെ വിട്ട് കഴിഞ്ഞ് നിങ്ങളൊക്കെ പോകുമ്പോഴും നമ്മൾ ഡിസിഷൻ അങ്ങനത്തെ തന്നെ പറയുന്നതാണ് ക്വാളിറ്റി സർക്കിൾ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ TQM, അതായത് ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ഫിലോസഫി ദാറ്റ് കൺസിസ്റ്റ് ഐ തിങ്ക് കസ്റ്റമർ സാറ്റിസ്ഫൈ ത്രൂ കണ്ടിന്യൂസ് ഇംപ്രൂവ്മെൻറ്റ് ഓൾ ഓർഗനൈസേഷൻ പ്രോസസ്സ്. ഇതിൽ മെയിൻലി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ കസ്റ്റമർ സർവീസസ് ആണ്. കസ്റ്റമേഴ്സിനെ ആണ് കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത്. അവരെ എങ്ങനെയെങ്കിലും സന്തോഷിപ്പിച്ചിട്ട് അവർക്ക് വേണ്ട കാര്യങ്ങൾ നമുക്ക് ഓർഗനൈസേഷനിൽ എന്താ പറയുക കൊടുക്കുക, ഇമ്പ്രൂവ് ചെയ്യുക. അത് വേണമെങ്കിൽ നമുക്ക് ക്വാളിറ്റി പ്രോഡക്റ്റ് കൊടുത്തിട്ടോ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് അവരെ മാക്സിമം സാറ്റിസ്ഫാക്ഷൻ ചെയ്യുന്നതിനെ പറയുന്നതാണ് ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെൻറ്റ് എന്നുള്ളത്. അതായത് കണ്ടിന്യൂസ് ആയിട്ട് ഓർഗനൈസേഷൻ്റെ പ്രോസസ്സ്, അതായത് ഓർഗനൈസേഷനിൽ കണ്ടിന്യൂസ് അതിലൂടെ എംപ്ലോയീസിന് സാറ്റിസ്ഫാക്ഷൻ. ഇപ്പോൾ എന്ന് വെച്ചാൽ ഒരു നല്ല ഷോപ്പിൽ പോയിട്ട് നല്ല നമുക്ക് വെറൈറ്റി ഡ്രസ്സുകൾ കണ്ടാലാണ് നമുക്ക് ആ ഷോപ്പിലേക്ക് പോകാൻ പറ്റുള്ളൂ അല്ലേ. പത്ത് ലീഡിങ് ട്രെൻഡ്സ് ഉണ്ടെങ്കിലാണ്, അതുപോലെ വില കുറവുള്ള സാധനം ആകുമ്പോഴാണ് ആ ഷോപ്പിലേക്ക് കയറാൻ പറ്റുള്ളൂ, ഇഷ്ടമുണ്ടാവുക. അതേപോലെ തന്നെ നമ്മളെ ഒരു എന്താ പറയുക മെയിൻലി attain a customer satisfaction through continuous improvement of all organization processes. ഡെയിലി ഓർഗനൈസേഷൻ്റെ പ്രോസസ്സ് ഡെയിലി എന്താണ് മാറ്റങ്ങൾ വരുത്തുക, അത് ഇമ്പ്രൂവ് ചെയ്താലാണ് എന്താണ് കസ്റ്റമേഴ്സിൻ്റെ സാറ്റിസ്ഫാക്ഷൻ അറ്റൈൻ ചെയ്യണം. അതിന് പറയുന്നതാണ് ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെൻറ്റ് എന്ന് അല്ലെങ്കിൽ TQM എന്ന് പറയുന്നത്. ഇതാണ് എന്തെന്ന് പറഞ്ഞത് നമ്മുടെ ഫോംസ് പറഞ്ഞത്. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോണത് അഡ്വാൻറ്റേജ് ഓഫ് പാർട്ടിസിപ്പേറ്റീവ് മാനേജർ. ഇതിൻ്റെയൊക്കെ അഡ്വാൻറ്റേജസും ഉണ്ട് ഡിസ്അഡ്വാൻറ്റേജും. അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞത് പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു അല്ലേ. അതേപോലെ ജോബ് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവുന്നു, നമുക്ക് അതിലൂടെ താല്പര്യം ഉണ്ടാവും. നമ്മളെയും കൂടി പാർട്ടിസിപ്പേറ്റ് ചെയ്യുമ്പോൾ നമുക്കൊരു താല്പര്യം ഉണ്ടാവും. മോട്ടിവേഷൻ, നമുക്ക് എന്താ പറയുക പ്രൊഡക്ടിവിറ്റിയും ജോബ് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവും. അപ്പോൾ നമുക്ക് എന്താ ഉണ്ടാവുക, ഹൈ മോട്ടിവേഷൻ കിട്ടും. അവരുടെ നിന്ന് നല്ലതായിട്ട് പ്രേരണ ഉണ്ടാവും ഇത് ചെയ്യണം എന്നാണ്. കാരണം ഇത് നമുക്ക് താല്പര്യപ്പെടില്ല. അപ്പോൾ അതുകൊണ്ട് ഒരു മോട്ടിവേഷൻ ഉണ്ടാവും. ഇംപ്രൂവ്ഡ് ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യും അല്ലേ. ദാറ്റ് മീൻ ഈവൻ എ മിനിറ്റ് ഡീറ്റെയിൽ ആർ ടേക്കൺ കെയർ ആൻഡ് റിപ്പോർട്ടഡ് ഓൺ. ക്വാളിറ്റി കൺട്രോൾ ദസ് ബിഗിൻസ് എൻഷുർ അറ്റ് ലോവസ്റ്റ് ലെവല്. ക്വാളിറ്റി കാര്യങ്ങൾ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. പീപ്പിളിൽ നല്ല രീതിയിൽ വർക്ക് ചെയ്യുമ്പോൾ അവർക്ക് ഇതിനോടൊക്കെ താല്പര്യം വരികയല്ലേ. അപ്പോൾ എന്താ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ക്വാളിറ്റി കാര്യങ്ങൾ, അവിടുത്തെ എല്ലാ ക്വാളിറ്റി കാര്യങ്ങളും ഇമ്പ്രൂവ് ആവുകയാണ്. പിന്നെ അതേപോലെ തന്നെ
ഇൻക്രീസ് കമ്മിറ്റ്മെൻറ്റ് ഓഫ് എംപ്ലോയീസ്. അതായത് ഇവർക്ക് എന്താണ് ഒരു കമ്മിറ്റ്മെൻറ്റ് ഉണ്ടാവും അല്ലേ, ഇത് അവരെയും കൂടി പാർട്ടിസിപ്പേറ്റ് ചെയ്യണതുകൊണ്ട് അവർക്ക് എന്താണ് ഒരു കമ്മിറ്റ്മെൻറ്റ് ഉണ്ടാവും അവരുടെ ഓർഗനൈസേഷനെ ഇതാണ്. ഇതേപോലെ തന്നെ കുറച്ച് ഡിസഡ്വാൻറ്റേജസും ഉണ്ട്. ഡിസഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞത് ഡിസിഷൻ മേക്കിംഗ് സ്ലോസ് ഡൗൺ. അതായത് ഡിസിഷൻ എടുക്കാൻ എന്താ ഉണ്ടാവുക, മെല്ലെയാവും. കാരണം പലരുടെയിൽ നിന്ന് പല അഭിപ്രായങ്ങൾ കേൾക്കണോണ്ട് നമുക്ക് എന്താണ് ഉണ്ടാവുക, അത് ഡിസിഷൻസ് എടുക്കുമ്പോൾ എന്താ പറയുക സമയമെടുക്കും. പിന്നെ സെക്യൂരിറ്റീസ് ഇഷ്യൂ എന്ന് വെച്ചാൽ പാർട്ടിസിപ്പേറ്റ് ഓൾസോ ഐസൊലേറ്റ് ഫ്രം ഫാക്ട് ദാറ്റ് സിൻസ് ഏർലി സ്റ്റേജ് ടു മെനി പീപ്പിൾ ആർ നോട്ട് ലോട്ട് ഓഫ് ഫാക്ട്സ് ആൻഡ് ഇൻഫോർമേഷൻ. ദിസ് ഇൻഫോർമേഷൻ ട്രാൻസ്ഫർ ഇൻ ടു ക്രിട്ടിക്കൽ ഇൻഫോർമേഷൻ ടു ലേറ്റർ സ്റ്റേജ്. ദിസ് ക്രിയേറ്റ് എ അപ്രഹെൻസേഷൻ ഓഫ് ഇൻഫോർമേഷൻ മെയിൻ ലീക്ക്ഡ് ഔട്ട്. അതായത് ലീക്ക് ആവാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ ഡിസിഷനാണ് വലിയ വലിയ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അത് മറ്റുള്ളവരോട് അറിയുമ്പോൾ എന്താ ഉണ്ടാവുക, അതവർ ലീക്ക് ഔട്ട് ആവുക. അപ്പോൾ അതുകൊണ്ട് ഒരു സെക്യൂരിറ്റി ഇഷ്യൂ ഉണ്ടാവാണ്ട്. പിന്നെ ഇതെന്ന് പറഞ്ഞത് പാർട്ടിസിപ്പേറ്റ് പ്രോബബ്ലി മോസ്റ്റ് ഡിഫിക്കൽട്ട് സ്റ്റൈൽ ഓഫ് മാനേജ്മെൻറ്റ്. അതായത് അത് മാനേജേഴ്സിന് അല്ലെങ്കിൽ എംപ്ലോയീസിന് അതൊരു ചാലഞ്ചാണ് അല്ലേ. ഡിസിഷൻ എടുക്കുക എന്ന് പറയുമ്പോൾ അത് മറ്റുള്ള തീരുമാനം എടുക്കുക എന്ന് പറയുമ്പോൾ ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതേപോലെ ലാർജ് ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞത് ഇൻസ്റ്റിറ്റ്യൂഷൻ പാർട്ടിസിപ്പേഷൻ എന്ന് പറഞ്ഞാൽ വലിയൊരു ഇതാണെങ്കിൽ കുറേ ആൾക്കാരുണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് അവരെ എല്ലാവരും ഉൾക്കൊള്ളിപ്പിക്കുക എന്ന് പറഞ്ഞത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും. അപ്പോൾ അതാണ് അതിൻ്റെ ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞത്. അപ്പോൾ താങ്ക് യു.